മെത്തേഡ്സ്. ബേണിംഗ് മെത്തേഡ്സ് നമ്മൾ 2 മെത്തേഡ്സ് പറഞ്ഞു. കിൻ ബേണിംഗും ഉണ്ട്, ക്ലാം ബേണിംഗും ഉണ്ട്. അതിൽ കിൻ ബേണിങ്ങിൻ്റെ ഫിഗർ, അതായത് പ്ലാനും സെക്ഷനുമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പ്ലാൻ പറയുന്നത് സർക്കുലർ ആണ്. അതിൽ സർക്കുലർ പ്ലാൻ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇവിടെ ഞാൻ 1 2 3 4 5 6 എന്ന് കൗണ്ട് ചെയ്തിട്ടുണ്ട്. അത്രയും നമ്പർ ചാമ്പേഴ്സ് ആണ്. ചാമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ അറകളാണ്. ഈ ഓരോ അറകളിലും നമ്മൾ ബ്രിക്ക് വെച്ച് ഓരോ ഇതിലും ഓരോ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ 12 ചാമ്പേഴ്സ് ഉണ്ട്. 12 ചാമ്പേഴ്സിനും പുറത്ത് നിന്ന് എൻട്രി ചെയ്യാനായിട്ട് ഇതാ D1 D2 D3 D4 അങ്ങനെ D12 12 മെയിൻ ഡോർസ് ഉണ്ട്. ഓക്കെ, 12 മെയിൻ ഡോർസ് ഉണ്ട് ഓരോ ചാമ്പറിലേക്കും എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓരോ ചാമ്പേഴ്സ് തമ്മിലും കമ്മ്യൂണിക്കേറ്റിംഗ് ഡോർസ് ഉണ്ട്. അതുപോലെ ഇത് ഡാമ്പർ എന്നാണ് പറയുക. ഇവിടെയാണ് നമ്മൾ ഫ്ലൂ കൊടുക്കുക, അതായത് കത്തിക്കുന്നത്. അതിൻ്റെ ചൂട് ഇവിടെയാണ് വരിക. ഓക്കെ, സർക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചൂട് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഫ്ലൂ കത്തുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സ്റ്റീം അല്ലെങ്കിൽ ചൂട് എന്ന് പറയുന്നത്, ഹീറ്റ് പറയണത് സർക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 12 ചാമ്പേഴ്സ് ഉണ്ട്. ഓരോ ചാമ്പേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ഡോർസും ഉണ്ട്, മെയിൻ ഡോർസും ഉണ്ട്. ഇനി ഇവിടെ നോക്കുക, ഇതിൻ്റെ സെക്ഷൻ കട്ട് ചെയ്തതാണിത്. നിങ്ങൾക്ക് ഗ്രാഫിക്സിൽ പറയുന്നുണ്ടായിരിക്കും സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നും വിചാരിക്കേണ്ട. ഇതിന് നമ്മൾ മുറിച്ച് കഴിഞ്ഞ് കാണുന്നത് ഇതിനെ കറക്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് നമ്മൾ നോക്കുമ്പോൾ ടോപ്പിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ താഴെ കാണുന്നതാണ് പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ, അതിനെയാണ് പ്ലാൻ എന്ന് പറയുക. സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് നോക്കുന്ന വ്യൂ. അതായത് ഞാൻ ഈ ഒരു സർക്കുലറിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണിത്. ഓക്കെ, ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ, ഇത് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ. ഈ ഹോഫ്മാൻ സ്കിന്നിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ 12 ചാമ്പേഴ്സിൽ ഫസ്റ്റ് ചാമ്പേഴ്സിലും സെക്കൻഡ് ചാമ്പേഴ്സിലും ഈ മെയിൻ ഡോർ വഴി ബ്രിക്സ് എൻട്രി ചെയ്യും. അതായത് അങ്ങോട്ട് എടുത്തു വെക്കും. എൻട്രിങ് ആണ്, ബ്രിക്സിൻ്റെ എൻട്രിയാണ് ഫസ്റ്റ് 2 ചാമ്പേഴ്സിലുള്ളത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ചൂടാക്കേണ്ട ബ്രിക്സിന് എന്ത് ചെയ്യുക, അതിലേക്ക് കയറ്റി വെക്കുക. ഇത് മെഷീനൊന്നല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലേബേഴ്സ് വേണം, ഒരുപാട് ലേബേഴ്സ് വേണം. ഓരോ ചാമ്പേഴ്സിൽ ഓരോ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേബേഴ്സാണ് ഇതിലേക്ക് ബ്രിക്സ് എടുത്ത് വെക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ ഒരു ഇത് വേണം, സൂപ്പർവിഷൻ വേണം ഈ ഒരു പ്രോസസ്സിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഫസ്റ്റ് വണ്ണിൽ നമ്മൾ ബ്രിക്സ് എടുത്ത് വെച്ചു, സെക്കൻഡ് വണ്ണിലും ബ്രിക്സ് എടുത്ത് വെച്ചു. അങ്ങനെ ബ്രിക്സ് എടുത്ത് വെച്ചിട്ട് അടുത്ത 3 to 8 എന്ന് പറയുന്ന ഇവിടെയാണ് നമ്മൾ ഹോട്ട് എയർ പാസ് ചെയ്യുക, അതായത് ചൂടുള്ള എയർ പാസ് ചെയ്യുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്യണത്, ചൂട് കൂടുമ്പോഴാണ് ഇതിലെ കംപ്ലീറ്റ് മോയ്സ്ചർ റിമൂവൽ ആവുന്നത്. അപ്പോൾ 3 to 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചൂടാക്കുക അല്ലെങ്കിൽ ബേൺ ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. ദെൻ 8 to 11 എന്ന് പറയുന്നത് കൂൾ ചെയ്യിപ്പിക്കുക. അതായത് ഈ ചൂടായ ബ്രിക്കിനെ നമ്മൾ അതുപോലെ എടുക്കില്ല, അതൊന്ന് കൂൾ ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് എടുക്കുള്ളൂ. അപ്പോൾ 8 to 11 എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് കൂളാവുന്ന പ്രോസസ്സാണ് അവിടെ ആ ചാമ്പേഴ്സിൽ നടക്കുന്നത്. ഓരോ ചാമ്പേഴ്സിലേക്കും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അതായത് എടുത്ത് വെച്ചുകൊണ്ടിരിക്കും. ദെൻ അടുത്തത് 8 to 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ 12 പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എക്സിറ്റാണ്. എക്സിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 12 നിന്നാണ് നമ്മൾ ഈ റെഡി ആയിട്ടുള്ള ബ്രിക്കിനെ പുറത്തേക്ക് എടുക്കുന്നത്. ഇതാണ് ഈ ഓഫ്മാൻ സ്കിന്നിൻ്റെ പ്രോസസ്സ്. ഈ ഓഫ്മാൻ സ്കിന്നിൽ ചിമ്മിനി ഈ ഫ്യൂവൽ പോകുന്നതിൻ്റെ ബാക്കി ഇതിവിടെ എന്ത് ചെയ്യും, ഇവിടെ സെറ്റിലാവും. ബാക്കി അതായത് കമ്മ്യൂണിക്കേറ്റിംഗ് ഡോസ്, നമ്മളിവിടെ ഈ കാണിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് ഡോസാണ് ഇതുള്ളത്. ഇത് ഫ്യൂവൽ ഹോൾസ്, അതായത് ഫ്യൂവൽ എൻട്രി ചെയ്യുന്ന ഹോള്. ഇത് മെയിൻ ഡോർ, അതായത് നമ്മൾ ഈ പുറത്തുനിന്ന് എൻട്രി ചെയ്യുന്ന മെയിൻ ഡോർ. ഓക്കെ, ഇതാണ് സെക്ഷനും പ്ലാനും. ഈ സെക്ഷനും പ്ലാനും വരച്ചെടുക്കാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് നല്ല വൃത്തിയിൽ ഇത് വരച്ചെടുക്കുക. ഞാൻ നിങ്ങളെ ഫിഗേഴ്സ് കണ്ടു, പക്ഷെ അതിൽ അതൊരു വൃത്തി ഉണ്ട്. ആരും വൃത്തിയിലല്ല വരക്കുന്നത്, പക്ഷേ ഇത് എക്സാമിന് ചോദിക്കുന്നതായതുകൊണ്ട് തന്നെ കറക്റ്റ് റെഡിയാക്കിയിട്ടൊന്ന് വരച്ചെടുക്കുക. വേണമെങ്കിൽ ജസ്റ്റ് ഞാനൊരു പിക്കും കൂടെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് മെത്തേഡാണ് ക്ലാം ബേണിംഗ് എന്ന് പറയുന്നത്. ക്ലാം ബേണിംഗ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്ട്രക്ചറാണ്. നമ്മൾ കിൻഡ് എന്ന് പറയുന്നത് ചൂളയാണ്, പക്ഷേ ക്ലാമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ തവണ ബ്രിക്ക് ഉണ്ടാക്കേണ്ട ടൈമിലും നമ്മൾ ഒരു ടെമ്പററി ആയിട്ട് സ്ട്രക്ചർ കെട്ടുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ബേൺ ചെയ്തെടുക്കുന്നത്. ട്രപ്പീസോയിഡൽ ഷേപ്പാണ് പ്ലാൻ എന്ന് പറയുന്നത്. ആൻഡ് 300 mm ഈസ് ബിലോ ദി ഗ്രൗണ്ട്. ഇതിൻ്റെ ബോട്ടം എൻഡ് അതായത് സെക്ഷനാണ്. ആ സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു സ്ട്രക്ചറിൻ്റെ 300 mm എന്താണ്, ഗ്രൗണ്ട് ലെവലിൽ താഴെയാണ്. ഇനി നമ്മൾ 15 ഡിഗ്രിയിലാണ് ഇത് 15 ഡിഗ്രിയിലാണ് നമ്മൾ ഈ ഇൻക്ലിനേഷൻ കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഫയർ വുഡ് വിറക് വെക്കുക, അതായത് ഫ്യൂവൽ വെക്കുക.
അങ്ങനെ ഫ്യൂവൽ വെച്ച് കഴിഞ്ഞ ശേഷം ഫ്യൂവൽ എന്ന് പറയുന്നത് ബ്രിക്ക് റോ വുഡ്. ഓക്കെ, ഫയർ വുഡ് അല്ലെങ്കിൽ റോ വുഡാണ് വെക്കുന്നത്, അതായത് വിറകാണ് വെക്കുന്നത്. അതിന് മുകളിൽ എന്ത് ചെയ്യുക, നമുക്ക് ചൂടാക്കേണ്ട ബ്രിക്സ് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ എഗെയിൻ എന്ത് ചെയ്യുക, ഫ്യൂവൽ എന്ന് പറയുന്നത് നമ്മളെ ഫയർ വുഡ് വെക്കുക, പിന്നെ എഗെയിൻ ബ്രിക്ക് വെക്കുക, ദെൻ ഫ്യൂവൽ വെക്കുക. അങ്ങനെ ഒരു 4-5 ലെയറോളം എന്ത് ചെയ്യുക, ഇതിങ്ങനെ ആൾട്ടർനേറ്റ് ലെയറിൽ ഫ്യൂവൽസ്, ആൾട്ടർനേറ്റ് ലെയറിൽ ബ്രിക്ക് എന്നുള്ള ഓർഡറിൽ നമ്മൾ വെച്ച് പോവുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഏറ്റവും ബോട്ടത്തിലുള്ള ഫ്യൂവലിൽ എന്ത് ചെയ്യുക, തീ കൊടുക്കുക, അതായത് ഫയർ കൊടുക്കുക. അപ്പം ഇത് ബാക്കി ഇനി ഈ ഒരു ചൂടുകൊണ്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ള ഫ്യൂവൽസ് ഒക്കെ ഇങ്ങനെ കത്തിയിട്ട് എന്ത് ചെയ്യുക, അത് ചൂടാകും. പക്ഷേ ടോപ്പിൽ നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെൽട്ടർ ഉണ്ട്, റൂഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനൊരു ഷെൽട്ടർ നമുക്ക് റൂഫില്ല. അതുകൊണ്ട് തന്നെ റെയിനി സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യില്ല, പെട്ടെന്ന് ഈ ഒരു തീ പെട്ടെന്ന് കെട്ടുപോകും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിൽ സോയിൽ ഫില്ല് ചെയ്യും. ഓക്കെ, സോയിൽ ഫില്ല് ചെയ്തിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് സോയിൽ ഫില്ല് ചെയ്ത് വെക്കുക. അങ്ങനെ റോ സോയിൽ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം 2 months ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. 2 months കൊണ്ടാണ് ആ ബ്രിക്കിലെ കംപ്ലീറ്റ് മോയ്സ്ചർ റിമൂവ് ആയി പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ, അതായത് ആദ്യം ഫയർ കൊടുക്കുന്ന ബോട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂവൽ ഈ ചൂടിൽ ബാക്കിയുള്ള ബ്രിക്സ് ഒക്കെ ആയി വരുമ്പോൾ തന്നെ ഈ ഇതിലുള്ള ബ്രിക്സ് ചിലപ്പം എന്ത് ചെയ്യാം, ഒരുപാട് കരിഞ്ഞു പോകും, അതായത് പൊട്ടിപ്പോകും ചൂട് കൂടിയിട്ട്. അപ്പം അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജാണ് ഈ ഒരു മെത്തേഡിനുള്ളത്. ക്ലാം ബേണിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു അറ്റ് എ ടൈം കൊണ്ട് തന്നെ 10,000 ബ്രിക്സ് ഒക്കെ കിട്ടും. കുറച്ച് ഫയർവുഡ്സ് മതി, അതൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇതിന് ആരും നിന്ന് നമുക്ക് ഒരുപാട് ലേബേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. സ്മാൾ വർക്ക്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വേസ്റ്റേജ് ആയി പോകും. അതായത് കത്തിയിട്ട് ഒരുപാടെണ്ണം എന്ത് ചെയ്യും, തീ അധികമായി കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാനൊന്നും പറ്റൂല, കൺട്രോൾ ചെയ്യാനൊന്നും പറ്റൂല. ഇതിൻ്റെ ഉള്ളിൽ തീ ഒരുപാട് കത്തിക്കഴിഞ്ഞാൽ നമ്മൾ സോയിൽ വെച്ച് ഫില്ല് ചെയ്തതല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറേ വേസ്റ്റേജ് ആയി പോകും. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ടെമ്പററി വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ക്ലാം ബേണിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടിൻ്റെയും കമ്പാരിസൺ ആണ്. ആ കമ്പാരിസൺ നോക്കുക. കമ്പാരിസണിൽ പറയുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കിൻ ബേണിംഗ്, ക്ലാം ബേണിംഗ് കമ്പാരിസൺ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കപ്പാസിറ്റി പറയുന്നത് ഒരു ദിവസം കൊണ്ട് 25,000 ബ്രിക്കോളം കിൻ ബേണിങ്ങിൽ ചെയ്യാൻ കഴിയും. ക്ലാം ബേണിങ്ങിൽ ഒരു ടൈമുണ്ട്, അതായത് എത്ര ടൈമാണ് ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ആ ഒരു ടൈമിൽ 10,000 ബ്രിക്സ് ആണ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ ക്ലാം ബേണിങ്ങിൽ. ഫ്യൂവൽ എന്ന് പറയുന്നത് കിൻ ബേണിങ്ങിന് കൂടുതൽ ആവശ്യമാണ്. അതായത് കോള്, കൽക്കരി അങ്ങനെയുള്ള സാധനങ്ങൾ, ഫ്യൂവൽസ് നന്നായിട്ട് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഫ്യൂവൽ ഒരുപാട് വേണം. ഒരുപാട് ബ്രിക്സും ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഫ്യൂവലും വേണം. ക്ലാം ബേണിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മതി, കാരണം വിറക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് ഫയർവുഡ്. ഇനീഷ്യൽ കോസ്റ്റ് പറഞ്ഞാൽ കോസ്റ്റ് കൂടുതലാണ്, അതായത് ഒരുപാട് ക്യാഷ് വേണം എന്ത് കിൻ ബേണിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ക്ലാം ബേണിങ് ചെയ്യാൻ ലെസ്സാണ്, കോസ്റ്റ് ലെസ്സാണ്. ബ്രിക്കിൻ്റെ ക്വാളിറ്റി പറയുന്നത് കിൻ ബേണിങ് ചെയ്യുന്ന ബ്രിക്കിനാണ് 90% ക്വാളിറ്റി ഉള്ളത്, ക്ലാം ബേണിങ്ങിൽ 60% ക്വാളിറ്റി ഉള്ളൂ. ഫയർ റെഗുലേഷൻ എന്ന് പറയുന്നത് കിൻ ബേണിങ്ങിൽ പോസിബിളാണ്, കാരണം ലേബേഴ്സ് ഉണ്ട് ഒരുപാട്. ഓരോ ചാമ്പേഴ്സിലും ഇപ്പം ഫയർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യാൻ, കുറയ്ക്കാൻ, കൺട്രോൾ ചെയ്യാൻ നമ്മളവിടെ ലേബേഴ്സ് ആൾക്കാരുണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലാം ബേണിങ്ങിൽ അത് പോസിബിൾ അല്ല, കാരണം സോയിൽ വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലെ ഫയർ കൺട്രോൾ ചെയ്യാമെന്ന് പറയുന്നത് പറ്റില്ല. ദെൻ അടുത്ത ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ, എത്ര ടൈം ആവശ്യമാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കിൻ ബേണിങ്ങിൽ 24 മണിക്കൂർ ബേൺ ചെയ്യാനും 12 മണിക്കൂർ കൂൾ ചെയ്യാനും മതി. പക്ഷേ ക്ലാം ബേണിങ്ങിൽ നമ്മൾ ഒരു തവണ ഇത് വെച്ച് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ബ്രിക്ക് നമുക്ക് കിട്ടുള്ളൂ. അത്രയും ടൈം എന്ത് ചെയ്യാൻ ആവശ്യമുണ്ട്, ഈ കംപ്ലീഷൻ ആവശ്യമുണ്ട്. സൂപ്പർവിഷൻ ആവശ്യമാണ് കിൻ ബേണിങ്ങിൽ, കാരണം ഓരോ സ്റ്റേജസിലും നമുക്ക് എന്ത് ചെയ്യണം, അത് മൂവ് ചെയ്ത് കൊണ്ടുപോകണം, അതിനൊക്കെ സൂപ്പർവിഷനും വേണം. ക്ലാം ബേണിങ്ങിൽ ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് ആളുടെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ 2 മാസം അത് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവിടെ ആളുടെ ആവശ്യമില്ല. യൂസേജ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ബ്രിക്ക് ആവശ്യമുള്ള സമയത്താണ് നമ്മൾ കിൻ ബേണിങ് ചെയ്യുന്നത്. ചെറിയ വർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലാം ബേണിങ് യൂസ് ചെയ്താൽ മതി. ഇത്രയാണ്